പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവജനത്തിനും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഡിസംബർ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടും ദൈവകൃപയോടും കൂടെ പരിപാലിക്കപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 23-ാം അധ്യായം 14-ാം വാക്യം. 1 സാമുവേൽ ചാപ്റ്റർ 23 വേഴ്സ് 14 നാം ഇപ്രകാരം വായിക്കുന്നു: ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു, സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. ഇക്കാലത്തൊക്കെയും ശൗൽ അവനെ തെരഞ്ഞുകൊണ്ടിരുന്നു, എങ്കിലും ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. ഇസ്രയേലിന്റെ 1-ാമത്തെ രാജാവാണ് ശൗൽ. ശൗലിന്റെ തലമുറകളിലേക്ക് രാജസ്ഥാനം പോകാതെ ദൈവിക പദ്ധതി അനുസരിച്ച് ദാവീദിലേക്ക് കൈമാറും. അങ്ങനെ ദാവീദ് ഇസ്രയേലിന്റെ 2-ാമത്തെ രാജാവായി അവരോധിക്കപ്പെടുന്നതിന് ഇടയിൽ അനേക സംഭവ ബഹുലമായ ഒരു കാലഘട്ടം ആയിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ശൗലിന് ദാവീദിനോടുള്ള അസൂയ തന്നെ ആയിരുന്നു എന്ന് വചനപഠിതാക്കളായ നമുക്കേവർക്കും അറിയാം. അതിന്റെ കാര്യകാരണങ്ങളും നമുക്കറിയാം. അതുകൊണ്ട് ആയതിലേക്കല്ല വാഗ്ദത്ത വചനത്തിന്റെ ചിന്ത ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. ഇതാ, ദാവീദ് ദുർഗങ്ങളിൽ പാർക്കുകയാണ്. ദുർഗം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കുമുള്ള മലയാള അർത്ഥം കോട്ട, കിടങ്ങ്, പർവ്വതം, ഒരു സുരക്ഷിതമായ സ്ഥാനം എന്ന് അർത്ഥം. കോട്ടയെന്നോ കിടങ്ങെന്നോ ഒക്കെ പറഞ്ഞാൽ അതിന് കൂടുതൽ പ്രാമുഖ്യം ഉണ്ടാവും. അങ്ങനെ ദാവീദ് ദുർഗങ്ങളിൽ പാർക്കുകയാണ്. എന്നാൽ ഈ പാർത്ത സമയങ്ങളിലൊക്കെ ശൗൽ ദാവീദിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓർക്കണം, ശൗൽ ഇസ്രയേലിന്റെ രാജാവാണ്. രാജാവിന്റെ അധികാരമുണ്ട്, പടയാളികളും പട്ടാളങ്ങളും എല്ലാം ഉണ്ട്. അപ്പോ ഈ സ്വാധീനങ്ങളും അധികാരങ്ങളും എല്ലാം ഉപയോഗിച്ച് ദാവീദിനെ പിടിക്കുവാൻ ഓടി നടക്കുകയാണ്. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം 14-ാം വാക്യം അവസാനിക്കുന്നത്, എങ്കിലും ദൈവം ദാവീദിനെ ശൗലിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ശത്രു എത്ര വലിയ പ്രബലനായിക്കൊള്ളട്ടെ, ശക്തനായിക്കൊള്ളട്ടെ, അധികാരവും പണവും ആൾസ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും സംസാരിക്കാനുള്ള ശേഷിയും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റുള്ളവരുടെ ചിന്തകൾ മാറ്റിമറിക്കാനുള്ള നയപരമായ സമീപന രീതിയിൽ നിപുണരും ഒക്കെ ആയിക്കൊള്ളട്ടെ, പക്ഷേ ആ മിടുക്കുകളും സാമർഥ്യങ്ങളും അധികാരങ്ങളും യാതൊരു ശക്തികളും സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു പൈതലിനെ തൊടുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവം അനുവദിച്ചേൽപ്പിക്കാതെ പ്രിയമുള്ളവരെ ആർക്കും ആരെയും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല.
അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ അവരവര് ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിലാണോ, ദൈവ പൈതലാണോ, ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്വർഗീയ സംരക്ഷണം എനിക്കുണ്ടായിരിക്കും. ഇത് തന്നെയാണ് നാം രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ഇതാ ഏലിയാവിന്റെ ജീവിതത്തിലും കാണുന്നത്. ആഹാബിന്റെയും ഈസബേലിന്റെയും സകല പട്ടാളക്കാരും ഏലിയാവിനെ തിരഞ്ഞു നടന്നിട്ടും കെരീത് തോട്ടിൽ തമ്പുരാൻ ഏലിയാവിനെ പരിപാലിച്ചു. ഏലിയാവിന്റെ തലയ്ക്ക് 24 മണിക്കൂർ സമയം ഈസബേൽ വിലയിട്ടപ്പോഴും ദൈവം തന്റെ ദാസനെ പരിപാലിച്ചു. ഇന്ന് നിങ്ങൾ ചില ഭീഷണി, വേദനകൾ, സങ്കടങ്ങൾ, നിരാശകൾ, പ്രതികൂലങ്ങൾ എന്നിവയിൽ കൂടെ കടന്നു പൊക്കൊണ്ടിരിക്കുകയാണോ പ്രിയമുള്ളവരെ? ശത്രു നിങ്ങളെ തകർത്ത് കളയും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ നശിപ്പിച്ചു കളയും. ഭീഷണിയും പല വിധത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗുമായി നിങ്ങൾ ഇന്ന് വിഷമവൃത്തത്തിലാണോ? അതെ, അടുപ്പിച്ചുണ്ടാകുന്ന രോഗങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ചിന്താഭാരങ്ങൾ, കുടുംബത്തിന് വിവിധങ്ങളായി ഏൽക്കുന്ന ആഘാതങ്ങൾ, നിങ്ങൾ വളരെ താല്പര്യത്തോടെ സന്തോഷത്തോടെ കാര്യങ്ങൾ നീക്കുമ്പോൾ അപ്രതീക്ഷിതമായി നേരിടുന്ന ചില പ്രതിസന്ധികൾ, എന്താണ് ഇത് നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ? എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം വളരെ വ്യക്തമായി നമ്മളോട് ഉറപ്പു തരികയാണ്. തമ്പുരാൻ തന്റെ പൈതങ്ങളെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നവൻ അല്ല. അതുകൊണ്ട് ദാവീദിനെ പരിപാലിച്ച ഒരു ദൈവം, ശൗലിന്റെ പട്ടാളം സകലയിടങ്ങളിൽ ഓടി നടന്നിട്ടും കാട്ടിൽ ദൈവം തന്റെ ദാസനെ പരിപാലിച്ചു. എന്നാൽ ഓർക്കണം, ശൗലിന്റെ മകനായ യോനാഥാൻ ദാവീദിനെ ആ കോട്ടയ്ക്കകത്ത് ചെന്ന് കണ്ട് ദൈവത്താൽ ഉറപ്പിച്ചിട്ട് പറയുകയാണ്, നീ അടുത്ത രാജാവാകും, ഞാൻ നിന്നോടുകൂടെ രണ്ടാമനാകും. ഇത് എന്റെ അപ്പനായ ശൗലിന് അറിയാം. ഓർക്കണം, യോനാഥാൻ ദാവീദിനെ കണ്ടുപിടിച്ച് അവർ തമ്മിൽ ഉഭയസമ്മതം ചെയ്തു. എന്നാൽ ശൗലിന്റെ പട്ടാളത്തിന് ദാവീദിനെ കണ്ടെത്തുവാൻ കഴിയാതെ വണ്ണം ദൈവം അവരെ മറച്ചു. തന്റെ ദാസനായ ദാവീദിനെ കൃപ കൊണ്ട് പൊതിഞ്ഞു. എന്നെയും നിങ്ങളെയും ശത്രു കാണാതെ വണ്ണം സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ മറയ്ക്കും. ഹല്ലേലൂയ. തിരുനിവാസത്തിന്റെ ചിറകിൽ എന്നെ നിങ്ങളെ പൊതിഞ്ഞ് കാക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയമുള്ളവരെ. ഇസ്രയേലിന്റെ പരിപാലകൻ മയങ്ങാത്തവനും ഉറങ്ങാത്തവനുമായി എന്നെ നിങ്ങളെ കാവൽ ചെയ്യുന്ന ആ സ്വർഗീയ പരിപാലനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. നമുക്ക് ഈ ദൈവത്തിൽ പരിപൂർണമായ വിശ്വാസം വേണ്ടവണ്ണം ഇല്ലാത്തത് കൊണ്ടാണ് ഭാരവും സംശയം വേദനയും ബുദ്ധിമുട്ടും അസ്വസ്ഥതകളും ഒക്കെ ഏറി വരുന്നത്. എന്നാൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവപൈതലിന് ഇതൊന്നും ഒരു വിഷയമല്ല. കാരണം ആ വ്യക്തിക്കറിയാം, എന്റെ ദൈവം എന്നെ കാക്കുവാൻ മതിയായവനാ. അതെ, ദാവീദിനെ കാട്ടിൽ കാത്തു. ഹല്ലേലൂയ. ഏലിയാവിനെ കെരീത് തോട്ടിൽ കാത്തു. അങ്ങനെ ഭക്തന്മാരെ സകലയിടങ്ങളിലും പരിപാലിച്ച ഒരു ദൈവമുണ്ട്. യോബിന് തന്റെ ഭവനത്തിന് ചുറ്റും വേലി കെട്ടിക്കാത്തു. അത് ദൈവം പിശാചിന് വേണ്ടി അഴിച്ചു കൊടുത്തു. അവന്റെ പ്രാണനെ കാത്ത ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വിവിധങ്ങളായിട്ടുള്ള ഭാരം, പ്രയാസം, സങ്കടം, വിഷമതകളിൽ കൂടെ കടന്നു പോകുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവജനമേ, ഒരു കാര്യം ഉറപ്പിക്കണം. തമ്പുരാൻ എന്നെ നിങ്ങളെയും ശത്രുവിന്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല. ആ ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിൽ എന്നെയും നിങ്ങളെയും പരിപാലിക്കട്ടെ. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെ ദിനമാവട്ടെ. നിയമകാര്യങ്ങൾ,
ആരോഗ്യകാര്യങ്ങൾ, യാത്രകൾ, സാമ്പത്തിക കാര്യങ്ങൾ, പഠനകാര്യങ്ങൾ, ജീവിതകാര്യങ്ങൾ, ജോലി കാര്യങ്ങൾ, ബിസിനസ് കാര്യങ്ങൾ, നിങ്ങളുടെ ആത്മീയ മേഖലകൾ, സകല ആത്മീയ ശുശ്രൂഷ മണ്ഡലങ്ങളെയും തമ്പുരാൻ അനുഗ്രഹിച്ച് കാക്കട്ടെ. അങ്ങനെ ദൈവകൃപയോടെ ദാവീദിനെ പൊതിഞ്ഞ് സൂക്ഷിച്ച ആ ദൈവം ഇന്ന് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും പരിപാലിക്കട്ടെ. അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ. അതിന് തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ അടുത്തു വരാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തിന്റെ അവസാന മാസത്തിന്റെ 20-ാം തീയതി കാണുവാൻ തമ്പുരാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയതിനായി സ്തോത്രം. ശൗൽ ഇസ്രയേലിന്റെ 1-ാമത്തെ രാജാവും അധികാരവും പദവിയും സ്ഥാനവും എല്ലാം ഉണ്ടായിരുന്നിട്ടും ദാവീദിനെ തിരഞ്ഞിട്ടും കണ്ടെത്താതെ വണ്ണം തമ്പുരാൻ ദാവീദിനെ പരിപാലിച്ച ദൈവത്തിന്റെ കരുതൽ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ശത്രു ഞങ്ങളെ കാണാതെ വണ്ണം, ശത്രുവിന്റെ കയ്യിൽ പെടാതെ വണ്ണം അപ്പം ഞങ്ങളെ സൂക്ഷിക്കണമേ. വിവിധങ്ങളായിട്ടുള്ള ജീവിതത്തിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണമേ. വിവിധ വേദനയിലും പ്രയാസത്തിലും ഭാരത്തിലും ഇന്ന് കടന്നു പോകുന്നതിന്റെ മക്കളെ അവിടുന്ന് പരിപാലിക്കണം. ദാവീദിന് നൽകിയ സ്വർഗീയ പരിരക്ഷ, സംരക്ഷണം ഏവർക്കും നൽകി ദൈവകൃപയോടെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ദാവീദിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട, സംശയിക്കണ്ട. ഒരു ശൗലിന്റെ കയ്യിലും ഒരു ശൗലിന്റെ പട്ടാളത്തിന്റെ കയ്യിലും എന്നെയും നിങ്ങളെയും കൊടുക്കാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവം. എന്നാൽ ദൈവത്തിനറിയാം ആരെ നമ്മുടെ അടുക്കൽ കൊണ്ടുവരണമെന്ന്. ദാവീദിന്റെ അടുക്കൽ യോനാഥാനെ കൊണ്ടുവന്ന് ഉടമ്പടി ചെയ്യിപ്പിച്ചുവെങ്കിൽ നമ്മെ വേണ്ട സമയത്ത് പരിപാലിച്ച് നമുക്ക് വേണ്ടി ആളിനെ അയക്കുന്ന, ദൂതനെ അയക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തിന്റെ കൃപയും കരുതലും സമാധാനവും ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഏവരുടെ മേലും ചൊരിയട്ടെ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെ ദിനമായി ഏവരുമായിരിക്കുന്നിടങ്ങളിൽ ദൈവത്തിന്റെ കൃപയിൽ തമ്പുരാൻ പരിപാലിച്ച് വലം കരം പിടിച്ച് നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.